അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മാലിനി ചിബിൻ്റെ Ente-vous to Adultood എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. One Little Finger is the story of a woman who defied all odds to emerge victorious in spite of crippling physical disability and an insensitive society, a woman who dragged herself out of the limitations that her conditions had imposed on her. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റോറി, അതായത് വൺ ലിറ്റിൽ ഫിംഗറിൽ നിന്നുള്ള ഒരു പോർഷൻ, ഒരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ള Ente-vous to Adulthood. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മെയിൻ ക്യാരക്ടർ, നമ്മുടെ നറേറ്റർ എന്ന് പറയുന്ന ആൾ, അവർ ആക്ച്വലി ഫിസിക്കലി ഒരുപാട് ഡിസബിലിറ്റീസ് ഉള്ള ഒരു ലേഡിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു എന്താ പറയുക, ശാരീരികമായിട്ട് അവരെ തളർത്തിയിട്ടുള്ള ആ ഒരു ഡിസബിലിറ്റീസിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റിയുടെയൊക്കെ ആ ഒരു എന്താ പറയുക കാഴ്ചപ്പാടുകളിൽ നിന്നൊക്കെ പുറത്തേക്ക് എത്തിക്കൊണ്ട് എങ്ങനെയാണ് അവരെ തന്നെ സ്വയം പുറത്തേക്ക് ഡ്രാഗ് ചെയ്തെടുത്തത്, അല്ലെങ്കിൽ അവർക്ക് ചുറ്റും അവർ ഇമ്പോസ് ചെയ്ത് വന്നിട്ടുള്ള കണ്ടീഷൻസും ലിമിറ്റേഷൻസും ഒക്കെ എങ്ങനെയാണ് അവർ തരണം ചെയ്തത് എന്നൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആക്ച്വലി ബുക്കിനകത്ത് തന്നെ പറയുന്നത് ആ മൊത്തത്തിലുള്ള അവരുടെ ആ ഒരു ലൈഫിലുണ്ടായിട്ടുള്ള അവരെങ്ങനെയാണ് ലിമിറ്റേഷൻസിനൊക്കെ ഓവർകം ചെയ്ത് വന്നത് എന്നുള്ള ഇൻസിഡൻസ് ആണ്. ദിസ് ഈസ് എ സ്റ്റോറി ഓഫ് മാലിനി ചിബ് സെർച്ച് ഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് ഐഡൻറ്റിറ്റി. ഇത് മാലിനി ചിബാണ് നമ്മുടെ റൈറ്റർ. അവരുടെ ആ ഒരു ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട്, ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള അവരുടെ റിസർച്ചിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ഹെർ സീൽ ടു ലിവ് എ ഫുൾ മീനിങ് ലൈഫ് ഡെസ്പൈറ്റ് ലൈഫ് ലോങ് ഡിസബിലിറ്റി. ജീവിതകാലം മുഴുവൻ ആ ഒരു ഡിസബിലിറ്റീനെയും പേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കീഴിൽ അങ്ങനെ കഴിയാതെ അതിനൊക്കെ പുറത്ത് കടന്ന് ലൈഫ് മീനിങ് ഫുൾ ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെ ചെയ്തു എന്നുള്ള, അല്ലെങ്കിൽ അതിനു വേണ്ടി നടത്തിയ അവരുടെ ശ്രമങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. Malini suffers from cerebral palsy, an impairment of the brain that makes body movements extremely difficult. അപ്പോൾ അവർക്ക് ബാധിച്ചിട്ടുണ്ടായിരുന്ന അസുഖമാണ് സെറിബ്രൽ പാൾസി. അപ്പോൾ അതെന്തായാലും ഓർത്ത് വയ്ക്കുക, എക്സാമിനൊക്കെ എഴുതുക, സ്പെല്ലിംഗ് ഒക്കെ തെറ്റാതെ തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ അത് ബ്രെയിനിന് സംഭവിക്കുന്നൊരു തകരാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ബോഡി പാർട്സിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്സ് ഭയങ്കര ഡിഫിക്കൾട്ട് ആവുന്ന ഒരു അവസ്ഥ അതിലുണ്ടാവും. ഇൻ ദിസ് ഇൻസ്പിറേഷൻ ഓട്ടോബയോഗ്രഫി, മാലിനി റീകൗണ്ട്സ് ഹർ എക്സ്പീരിയൻസസ് ഫ്രം ചൈൽഡ്ഹുഡ് ടു adulthood, her struggles as a child, her challenges and disappointments as a youth, and her achievements and joys as an adult. അപ്പോൾ അവരുടെ പല ആ ഒരു ബുക്കിനകത്ത് മൊത്തത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡിൽ അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ അവർ നേരിട്ടിട്ടുണ്ട്, അതേപോലെ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ആ ഒരു ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി എന്നുള്ള നിലയ്ക്ക് അവരെത്രത്തോളം ഡിസപ്പോയിൻമെൻറ്റ്സ് അല്ലെങ്കിൽ ചാലഞ്ചസ് അവർ നേരിട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ അഡൾട്ട് ആയപ്പോഴേക്കും എന്തൊക്കെ തരത്തിലുള്ള അച്ചീവ്മെൻറ്റ്സ് ആണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ ആ ഒരു ബുക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. Ente-vous to Adulthood, a chapter from her autobiography One Little Finger, discusses the narrator's visit to the university town of Berkeley and how much Berkeley inspired her. അപ്പോൾ ഈ Ente-vous to Adulthood എന്നുള്ളത് ഈ വൺ ലിറ്റിൽ ഫിംഗർ എന്നുള്ള ബുക്കിലെ ഒരു ചാപ്റ്ററാണ്. അതിനകത്ത് നമ്മുടെ നറേറ്റർ അവിടുത്തെ എന്താ പറയുക യൂണിവേഴ്സിറ്റി ടൗൺ ഓഫ് ബർക്ക്ലി യൂണിവേഴ്സിറ്റി ടൗണിലേക്ക് വിസിറ്റ് ചെയ്യുന്നതും അവിടെ പോകുന്ന സമയത്ത് അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ ചുറ്റുപാട് അവരെത്രത്തോളം ഇൻസ്പയർ ചെയ്തു എന്നൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള ഈ പെർട്ടിക്കുലർ ചാപ്റ്ററിനകത്ത് പറയുന്നത്. അപ്പം നമ്മളിതിൻ്റെ ടൈറ്റിൽ നോക്കുകയാണെങ്കിൽ Ente-vous to Adulthood എന്നാണ് അല്ലേ. അപ്പോൾ Ente-vous എന്നുള്ള വേർഡിൻ്റെ മീനിങ്, അത് ആക്ച്വലി ഒരു ഫ്രഞ്ച് വേർഡാണ്. അതിൻ്റെ മീനിങ് ബിറ്റ്വീൻ എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് മീനിങ് നോക്കുമ്പോൾ എന്തായിരിക്കും, ബിറ്റ്വീൻ അഡൾട്ട്ഹുഡ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി അവരുടെ ലൈഫിലെ പല സ്റ്റേജുകളിലെ ഇൻസിഡൻസ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരു അഡൾട്ട് ഏജിൽ അല്ലെങ്കിൽ അഡൾട്ട്ഹുഡ് ഏജിനകത്ത് അവർക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് നേടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്, ഹാപ്പിനെസ്, ജോയ്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. നമുക്ക് ടൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് ടെക്സ്റ്റിലോട്ട് പോകാം. After my degree, I went to the United States for a short visit in 1988. അപ്പോൾ ഡിഗ്രിക്ക് എടുത്തതിന് ശേഷം ആ US പോവുകയാണ് 1988. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് ഫോർ മീ. വൺ ഓഫ് ദാറ്റ് പ്ലേസസ് ഐ വിസിറ്റഡ് വാസ് ബർക്ക്ലി. അന്ന് പോയിട്ട് അവർ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു ബർക്ക്ലി. ആ സ്ഥലപ്പേര് ഓർത്ത് വയ്ക്കുക, സ്പെല്ലിങ്ങും പഠിച്ചു വയ്ക്കുക. When visiting the university town of Berkeley, I was pleasantly surprised to find it teeming with electric wheelchairs. In fact, these wheelchairs were the order of the day. അപ്പോൾ അവരവിടെ ചെല്ലുന്ന സമയത്ത് ബർക്ക്ലി ടൗണിൽ ചെല്ലുന്ന സമയത്ത് അവർ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇലക്ട്രിക് വീൽചെയറുകൾ അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. Wheelchairs had a right of way. The traffic came to halt just to let them cross the road. അപ്പോൾ ആ ഒരു എന്താ പറയുക, നമ്മൾ റോഡിൽ കൂടെ ഒക്കെ ഇറങ്ങുന്ന സമയത്ത് അവർ തന്നെ ഇഷ്ടംപോലെ വീൽചെയറുകൾ ആ റോഡിൽ കൂടെ പാസ് ചെയ്യുന്നത് നമുക്ക് കാണാം. മാത്രമല്ല ഇവർക്ക് ഈ ഇലക്ട്രിക് വീൽചെയറിൽ വരുന്നവർക്ക് വേണ്ടി റോഡ് പാസ് ചെയ്യാനായിട്ട് ഈ വാഹനങ്ങളിൽ വരുന്നവർ നിർത്തി കൊടുക്കുന്ന അത്രയും നല്ലൊരു കാഴ്ച വരെ അവർക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. The accessibility was splendid. All the pavements and ramped and the curbs rounded, making it a very disabled friendly place. അപ്പോൾ ചുറ്റുപാടുള്ള എന്താ പറയുക
അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് എല്ലാ നടപ്പാതകളും കാര്യങ്ങളൊക്കെ റാമ്പ്ഡ് ആക്കിയിട്ടുണ്ട്. അതായത് ചെരിഞ്ഞ ഒരു പ്രതലം ഉണ്ടല്ലോ വീൽ ചെയറിന് കയറാൻ പാകത്തിന്, അപ്പോൾ അതുപോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് സ്റ്റെപ്പുകൾ മാത്രമല്ല, സ്റ്റെപ്പുകളുടെ കൂടെ തന്നെ ഇതേപോലെ വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ആ വീൽ ചെയർ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്യുന്ന, അത്രയും സൗഹൃദപരമായിട്ടുള്ള രീതിയിലുള്ള ചുറ്റുപാടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. Chair could hop and off with ease. Every place was accessible, be it a library, museum, restaurant, shop, school, public toilet, or theatre, and this facilitated independence. അപ്പോൾ അവിടെ എവിടെയാണെന്നുണ്ടെങ്കിലും വീൽ ചെയറിന് സുഖമായിട്ട് കയറാനും ഇറങ്ങാനൊക്കെ സാധിക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഏത് സ്ഥലം ആയിക്കോട്ടെ, മ്യൂസിയമോ റെസ്റ്റോറൻറ്റ് ഷോപ്പോ പബ്ലിക് ടോയ്ലറ്റ് വരെ ആയിക്കോട്ടെ, എവിടെ നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ ഈ വീൽ ചെയറിന് കയറാൻ പാകത്തിനുള്ള റാമ്പ് അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾക്ക് എന്താണ് ഭയങ്കരമായിട്ടൊരു ഇൻഡിപെൻഡൻസ് ഫീൽ ചെയ്യുമായിരുന്നു. അതായത് പിന്നെ ഒരാളെ സഹായിക്കേണ്ട ആവശ്യമില്ലല്ലോ, അവനവന് സ്വയം എവിടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാം എന്നുള്ളതുകൊണ്ട് അവർക്ക് സ്വയം ഒരു ഇൻഡിപെൻഡൻസ് ഫീൽ ചെയ്യുമായിരുന്നു. ഇൻ ഫാക്ട് ദ ക്യാമ്പസ് ഇസ് ലൊക്കേറ്റഡ് ഓൺ എ ഹിൽ ആൻഡ് ഇറ്റ് ഈസ് അഡ്വൈസബിൾ ഫോർ a disabled person to have an electric wheelchair. അപ്പോൾ ക്യാമ്പസ് ഒരു ഹില്ലി ഏരിയയിലായിരുന്നു, കുറച്ച് ഉയർന്ന പ്രദേശത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രിക് വീൽ ചെയർ ആണ് അവർ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിസൈഡ്സ് മൊബിലിറ്റി, ഇറ്റ് ഗിവ്സ് എ ഡിസേബിൾ പേഴ്സൺ എ സെൻസ് ഓഫ് ഫ്രീഡം, മേക്കിംഗ് വൺ ഫോർഗെറ്റ് ദാറ്റ് ഹി ഓർ ഷീ കനോട്ട് വർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അയാൾക്ക് ഏതൊരു വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാൾക്കും അവർക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം അവർ മറന്നു പോയിരുന്നു. കാരണം അവർക്ക് എവിടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാം, അതേപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ട് ഫ്രീഡം ഉണ്ട്, ആരുടെയും ഹെൽപ്പ് വേണ്ട. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ ഒരു നടക്കാൻ സാധിക്കില്ല എന്നൊരു പ്രശ്നം തന്നെ എല്ലാവരും മറന്നു പോകുമായിരുന്നു. It was unbelievable for me coming from a country where most buildings are totally inaccessible to wheelchairs. Often I have been upset while trying to enter 5-star hotels, art galleries or parks in India to find that no thought has been given to a person who cannot walk. Usually all that is needed is a ramp. അപ്പോൾ ഇവർ ഓൾറെഡി വന്നിട്ടുള്ള സ്ഥലം, അതായത് ഇന്ത്യനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും അല്ലെങ്കിൽ ഭൂരിഭാഗം എവിടെയും എന്തിനു സാധിക്കില്ല, വീൽ ചെയറിനൊന്നും കയറാനായിട്ട് സാധിക്കില്ല. ഒരു വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ അവിടെയൊക്കെയും സ്റ്റെപ്പുകളായിരിക്കും, അവർക്കൊന്നും വീൽ ചെയറിന് കയറാനുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അതിപ്പോൾ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, 5-സ്റ്റാർ ഹോട്ടലോ ഗാലറീസോ അങ്ങനെ പല സ്ഥലങ്ങളിലും അവർ പോയിട്ട് അവർക്ക് ആ ഒരു ടെൻഷനും പേടിയൊക്കെ അവർ അനുഭവിച്ചിട്ടുണ്ട്. അതായത് നടക്കാൻ സാധിക്കില്ലല്ലോ എന്നുള്ളതിൻ്റെ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ അവർ അനുഭവിച്ചിട്ടുണ്ട്. അവിടെ ആകെ വേണ്ടിയിരുന്നൊരു റാമ്പായിരുന്നു, പക്ഷെ അതുപോലും നമ്മുടെ രാജ്യത്തുള്ള പല സ്ഥലങ്ങളും നല്ല ഭൂരിഭാഗം സ്ഥലങ്ങളിലും അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടില്ല. In Berkeley, there was several organizations dealing with disabled students and fighting for the rights of disabled people. അപ്പോൾ ബർക്ക്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്, ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ടും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ്. We visited the Center for Independent Living. At the center, they train disabled people on how to manage their lives even if they suffer from severe disabilities. അപ്പോൾ സെൻറ്റർ ഫോർ ഇൻഡിപെൻഡൻറ്റ് ലിവിങ്ങിലേക്ക് അവർ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതേപോലെ വലിയ അവരെക്കാൾ നമ്മുടെ നറേറ്ററിനേക്കാൾ കൂടുതൽ ഡിസേബിലിറ്റി സഫർ ചെയ്യുന്നവരെ എങ്ങനെയാണ് ലൈഫ് മാനേജ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനൊക്കെ ട്രെയിൻ ചെയ്തെടുക്കുന്ന രീതികൾ അവിടെ കാണുകയുണ്ടായി. Disabled people had the help of many different attendants who aided them with daily living functions, keeping in mind their needs. അപ്പോൾ ഈ ഡിസേബിൾഡ് പീപ്പിളിനൊക്കെ അവിടെയുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് ഡിഫറെൻറ്റ് ആയിട്ടുള്ള അറ്റൻഡൻസുകളെ സഹായത്തിന് വേണ്ടിയിട്ടുള്ള ആളുകളെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഡാഡ് ആൻഡ് ഐ സോ മെനി ഡിസേബിൾഡ് അഡൾട്ട്സ് വിത്ത് മൾട്ടിപ്പിൾ അറ്റൻഡൻസ് ഹൂ കെയിം ആൻഡ് വെൻറ്റ്. അപ്പോൾ അവർ കാണുന്നുണ്ടായിരുന്നു അവർക്ക് ഒരുപാട് ഡിസബിലിറ്റീസിൽ അഡൾട്ട്സ് ഉണ്ട്, അവർക്കൊക്കെ ഒരാൾക്ക് തന്നെ ഒന്നിൽ അല്ലെങ്കിൽ പല അറ്റൻഡൻസ്, ഒരുപാട് അറ്റൻഡൻസുകൾ അവിടെ ഉണ്ട്. അതായത് എല്ലാവർക്കും കൂടി ഒരാളായിട്ടല്ല, ഒരുപാട് ഇതേപോലെ സഹായിക്കാനുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. What I found hugely amazing was that disabled people themselves were in charge and were placed in positions of power. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ്റെ പൊസിഷനിലിരിക്കുന്ന, അതായത് ഉയർന്ന പൊസിഷനിലിരിക്കുന്നവർ തന്നെ ഇത്തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉള്ള ആളുകളായിരുന്നു. They hired and fired their personal helpers who were called attendants. അപ്പോൾ ഇവർ അറ്റൻഡൻസ് ആയിട്ട് വന്നിട്ടുള്ള ആളുകളെ, സഹായികളായിട്ടുള്ള വന്നിട്ടുള്ള ആളുകളെ ഇത്തരത്തിൽ ഹയർ ചെയ്യാനോ അല്ലെങ്കിൽ വാങ്ങിക്കാനോ, അതായത് എന്താ പറയുക, ആ ഒരു ജോലിയിൽ നിയോഗിക്കാനോ, അതേപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവനവന് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവങ്ങളുണ്ടായിട്ട് ഫയർ ചെയ്യാനും ഒക്കെയുള്ള അവകാശം ഇത്തരത്തിലുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു. ഐ സോ മെനി ഡിസേബിൾഡ് പീപ്പിൾ ലൈക്ക് മീ ഓർ മോർ സെവിയർ ദാൻ മീ ഇൻ പൊസിഷൻസ് ഓഫ് പവർ ഹെഡിങ് ഡിസബിലിറ്റി ഓർഗനൈസേഷൻസ്. ബട്ട് ഡിസബിലിറ്റി ഓർഗനൈസേഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ നറേറ്ററിനെ പോലെ അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾക്ക് ആ ഒരു പവർ കയ്യിൽ വെക്കുന്നതായിട്ട് അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇൻ ബർക്ക്ലി, ഡിസേബിൾഡ് പീപ്പിൾ പ്രിഫർ ഹയറിംഗ് ഔട്ട്സൈഡേഴ്സ് ആൻഡ് നോട്ട് ദെയർ ഓൺ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ടു അസിസ്റ്റ് ദം, ആസ് ദിസ് ബ്രിങ്സ് ഇൻ എ ന്യൂട്രൽ പേഴ്സൺ ആൻഡ് ഒബ്ഫസ്കേറ്റ്സ് സം ലെവൽ ഓഫ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്.
അപ്പോൾ ബെർക്ക്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ അധികവും ഇത്തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾ പുറമേ നിന്നുള്ള ആളുകളെ തന്നെയാണ് ഇങ്ങനെ ഹയർ ചെയ്തത്, അതായത് വാടകയ്ക്കൊക്കെ എടുത്തിട്ട്, അതായത് കൂലി കൊടുത്തിട്ട് അറ്റൻഡൻസ് ആയിട്ട് നിർത്തുമല്ലോ. അപ്പോൾ അങ്ങനെ സഹായത്തിന് നിർത്തിയിട്ടില്ല. ഫ്രണ്ട്സിനെയോ ഫാമിലിനെയോ ഒന്നും അവരാരും നിർത്താറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവർ നമുക്കൊന്ന് ഫയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമുക്ക് അവരെ പറഞ്ഞയക്കണം, പുതിയ ആൾ എടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് റിലേഷനുള്ള അറിയുന്ന ഒരാളാണെങ്കിൽ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. ഇതാകുമ്പോൾ അതൊന്നുമില്ല. മാത്രമല്ല ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വരുമോ, അത്തരത്തിലുള്ള പേടികളും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പരിചയത്തിലുള്ള ആളുകളെ ഒന്നും അവർ അറ്റൻഡൻസ് ആയിട്ട് വെക്കാറില്ല. ഡിസേബിൾഡ് പീപ്പിൾ ഇൻ ബെർക്ക്ലി ആർഗ്യൂ ദാറ്റ് ഓൾ പീപ്പിൾ ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ അവിടെയുള്ള ആളുകൾ ഡിസേബിൾഡ് പീപ്പിൾ പറയുമായിരുന്നു എല്ലാവരും ഇൻഡിപെൻഡൻ്റ് അല്ല, ഇന്ത്യ ഡിപ്പെൻഡൻറ്റ്, എല്ലാവരും നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും എന്ന് ഇന്ത്യ ഡിപ്പെൻഡൻ്റ് ആണ്, പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് ആശ്രയിച്ച് കഴിയുന്നവരാണ്. ദേ ആർഗ്യൂ ദാറ്റ് നോബഡി ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ അവർ ആർഗ്യൂ ചെയ്യുന്നു ഒരാൾ പോലും, അതായത് ഡിസബിലിറ്റി ഇല്ലാത്ത ആളുകളാണെങ്കിലും അവരെന്തല്ല, ഇൻഡിപെൻഡൻ്റ് അല്ല, അവർക്കും സ്വതന്ത്രമായിട്ട് നിൽക്കാനായിട്ട് സാധിക്കില്ല. ഫോർ ഇൻസ്റ്റൻസ്, എക്സാമ്പിൾ പറയുകയാണ്, എ നോർമൽ പേഴ്സൺ വുഡ് നീഡ് എ കാർപ്പൻറ്റർ, എ പ്ലംബർ ആൻഡ് എൻ ഇലക്ട്രീഷ്യൻ പെർഹാപ്സ്. അപ്പോൾ ഒരു സാധാരണ ഒരു ഡിസബിലിറ്റീസ് ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിലും അയാൾക്ക് ജീവിക്കണമെങ്കിൽ ആരുടെയൊക്കെ സഹായം വേണ്ടി വരും. ഒരു കാർപ്പൻറ്ററിൻ്റെയും പ്ലംബറിൻ്റെയും ഇലക്ട്രീഷ്യൻ്റെയും ഒക്കെ സഹായം വേണ്ടി വരും. ദ ഡിസേബിൾഡ് ടു ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ഗെറ്റിംഗ് ഹെൽപ്പ് ടു എനേബിൾ ഇൻഡിപെൻഡൻറ്റ് ലിവിങ് സോ ദാറ്റ് ദേ ക്യാൻ ഫങ്ഷൻ മോർ എഫിഷ്യൻ്റ്ലി ആൻഡ് ആർ ഏബിൾ ടു ടേക്ക് അപ്പ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഡിസേബിൾഡ് അതുപോലെ തന്നെയാണ്, ഡിസേബിൾഡ് പീപ്പിളും ഇതേപോലെ തന്നെ എന്താണ് മറ്റുള്ളവരുടെ സഹായം, അതായത് എന്താ പറയുക, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് കഴിയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, അവർ ഇൻഡിപെൻഡൻ്റ് അല്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇൻഡിപെൻഡൻ്റ് ആണ് എന്നൊന്നുമല്ല, മറിച്ച് അവരുടെ ലൈഫ് ഒന്നും കൂടി സുഗമമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു സഹായി ആവശ്യമാണ്, അതുകൊണ്ട് ഒരു ആളേനെ വെക്കുന്നു, അത്രയാണ് കരുതേണ്ടുള്ളൂ. Therefore a personal attendant is really wants hands and legs in the form of another human being. അപ്പോൾ പേഴ്സണൽ അറ്റൻഡൻ്റ് സഹായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്, മറ്റൊരു മനുഷ്യൻ്റെ രൂപത്തിലുള്ള ആ ഒരു വ്യക്തിയുടെ കൈകളും കാലുകളുമാണ്. അതായത് ഡിസേബിൾഡ് ആയിട്ട വ്യക്തിയുടെ കൈകളും കാലുകളുമായിട്ട് മാറുന്നത് പിന്നെ ആരാണ്, വേറൊരു വ്യക്തിയാണ്. The disabled person instructs his attendant about the ways and means he would like to be helped. അപ്പോൾ ഡിസേബിൾഡ് പേഴ്സൺ ആണ് പറഞ്ഞു കൊടുക്കേണ്ടത്, എന്നെ ഇങ്ങനെയൊക്കെ നോക്കണം, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് അവരാണ് പറഞ്ഞു കൊടുക്കുന്നത്. He is taught how to train his or her own personal attendant to hire as well as to fire. അപ്പോൾ ആ ഡിസേബിൾഡ് പേഴ്സൺ എന്തിനുള്ള പവർ ഉണ്ട്, അയാളുടെ ആ ഒരു പേഴ്സണൽ അറ്റൻഡൻറ്റിനെ ട്രെയിൻ ചെയ്തെടുക്കുക, അതായത് എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു തരാം, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് ട്രെയിൻ ചെയ്തെടുക്കാനും അവരെ ഹയർ ചെയ്യാനും അതേപോലെ തന്നെ അവർ തെറ്റുകൾ ചെയ്താൽ അവരെ ഫയർ ചെയ്യാനുമുള്ള പവർ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള പീപ്പിളിനുണ്ട്. To me, this form of independence is essential if I am to be allowed to contribute positively to society and not always be treated as a second-class citizen because I need help with my personal care. Again, this kind of philosophy was new to me. അതായത് ഇപ്പോൾ അവർ പറയുകയാണ്, ഇത്തരത്തിലുള്ള ഒരു ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് അവരും എന്താണ്, ഞാൻ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് കഴിയണം, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ല, ഞാനും ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എന്തല്ല, ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ട് ഇത്തരത്തിലൊരു ഡിസബിലിറ്റി ഉണ്ട്, മറ്റൊരാളുടെ സഹായം ഉപയോഗിക്കണം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ട് മാറ്റി നിർത്തുക എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ഇതുപോലത്തെ ഒരു പവർ ഇത്തരത്തിലുള്ള ഡിസബിലിറ്റി ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ കൊടുക്കുന്നതിനോട് അത് എന്താ പറയുക, അത് അത്രയും ഇൻഡിപെൻഡൻസ് കൊടുക്കുന്നൊരു കാര്യം തന്നെയാണ്, അതുകൊണ്ട് തന്നെ അത്രയും എസെൻഷ്യൽ ആണ് എന്നാണ് പറയുന്നത്. ദിസ് കൺസെപ്റ്റ് അപ്പീൽ ടു മീ എ ഗ്രേറ്റ് ഡീൽ. Society always has these stereotypical concepts of disabled people where they are portrayed as being extremely dependent and helpless. അതായത് സൊസൈറ്റി എപ്പോഴും എന്താ ചെയ്യുന്നത്, ആ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് എപ്പോഴും ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരെപ്പോഴും മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം കൊണ്ടേ ജീവിക്കുകയുള്ളൂ, മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ജീവിക്കുകയുള്ളൂ, അവർ ഹെൽപ്ലെസ് ആണ് എന്നൊക്കെയുള്ള കുറേ ചിന്തകൾ സൊസൈറ്റിക്ക് ഉണ്ട്. വൈ ഡിസേബിൾഡ് പീപ്പിൾ ആർ ഹ്യൂമൻ ബീങ്സ് ഫസ്റ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്ത, ഡിസേബിൾഡ് പീപ്പിൾ ആണെങ്കിൽ അവരും മനുഷ്യന്മാർ തന്നെയാണ്. ബട്ട് മോസ്റ്റ് പീപ്പിൾ സീ ദ ഡിഫോമിറ്റി ആൻഡ് ദ ഡിസബിലിറ്റി ബിഫോർ ദ എനി പേഴ്സണൽ ആട്രിബ്യൂട്ട്സ്. ദ പേഴ്സൺ വിത്തിൻ ദ ഡിസേബിൾഡ് പേഴ്സൺ ഇസ് ഓൾവേസ് അൺനോട്ടീസ്ഡ് ബിക്കോസ് ദെയർ ഫിസിക്കൽ ഡിമാൻഡ്സ് ആർ സോ ഇമ്മൻസ് ആൻഡ് ഓഫൺ ഗ്ലെയറിംഗ്. അപ്പോൾ പറയും ഏതൊരു ഡിസബിലിറ്റി ഉള്ള വ്യക്തിയുടെ ഉള്ളിലും ഒരു പേഴ്സൺ ഉണ്ട്, ഒരു ഡിസബിലിറ്റീസും ഇല്ലാത്ത ഒരു പേഴ്സൺ അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഒരിക്കലും ആരും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. പുറത്ത് കാണുന്ന ഒരു എന്താ പറയുക, എന്തെങ്കിലും അസുഖം ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും അവയവത്തിന് തകരാറ് ബാധിച്ചിട്ടുള്ള ആ രൂപം മാത്രമേയാണ് എല്ലാവരും കാണുന്നുള്ളൂ. ഐ എം ഷുവർ മോസ്റ്റ് ഡിസേബിൾഡ് പീപ്പിൾ തിങ്ക് സോ. അപ്പോൾ എല്ലാ ഡിസേബിൾഡ് പീപ്പിളും അങ്ങനെ തന്നെ ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. ദ ഡിസേബിൾഡ് പേഴ്സൺ റിക്വയർ സോ മച്ച് ഹെൽപ്പ് ദാറ്റ് ഓഫൻ ദ കരിയർ ഗെറ്റ്സ് ബേൺഡ് ഔട്ട്. ഓവർ ദ ഇയേഴ്സ് ഐ ഹാവ് ലേൺ ദാറ്റ് എ ഡിസേബിൾഡ് പേഴ്സൺ മസ്റ്റ് ഡിപ്പെൻഡ് ഓൺ മെനി പീപ്പിൾ for her or him to lead a so-called normal life. അപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തിക്ക് തീർച്ചയായിട്ടും എന്ത് വേണ്ടി വരും, ഒരു നോർമൽ ലൈഫ്
മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ സഹായം ആവശ്യമായിട്ട് വരും. ഇറ്റ് വാസ് ആഫ്റ്റർ മൈ ട്രിപ്പ് ടു ബർക്ക്ലി ദാറ്റ് വി ഡിസൈഡഡ് ടു ഗെറ്റ് ആൻ അറ്റൻഡൻറ്റ്. അപ്പോൾ അങ്ങനെ ബർക്ക്ലിയിൽ ചെന്നപ്പോഴാണ് ഇവരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു അറ്റൻഡൻറ്റിനെ വെക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. മദർ വാസ് ഇൻ കൽക്കട്ട അറ്റ് ദ ടൈം. കാരണം അമ്മ ആ സമയത്ത് കൽക്കട്ടയിലായിരുന്നു. ഷീ ഇൻ്റർവ്യൂഡ് എ നേപ്പാളീസ് വുമൺ ഹൂ സ്പോക്ക് ഇംഗ്ലീഷ്. അപ്പോൾ നേപ്പാളീസ് വുമണെ ഇൻ്റർവ്യൂ ചെയ്തു. അവർ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുമായിരുന്നു. മായ വാസ് പ്ലസൻറ്റ് ആൻഡ് ഇൻ ഹെർ മിഡ് 40s. ആ സ്ത്രീയുടെ പേരാണ് മായ. അപ്പോൾ ഒരു 10-40 വയസ്സൊക്കെ ആയിട്ടുള്ള ലേഡി ആയിരുന്നു. ഹർ ലാസ്റ്റ് എംപ്ലോയേഴ്സ് വൺ ഓഫ് ദ എലൈറ്റ് ഫാമിലീസ് ഓഫ് കൽക്കട്ട. കൽക്കട്ടയിലെ വളരെ വലിയ ഫാമിലിയിലായിരുന്നു ഇവർ തൊട്ട് മുന്നേ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. Maya arrived a month later. She had a pleasant disposition. Actually, she was a great help to my mother and Pa. For the first time in years, we had a maid for our clothes. അപ്പോൾ എന്തായാലും മായ വരുന്നുണ്ട്, ഒരു മാസത്തിന് ശേഷം വരുന്നുണ്ട്. പിന്നെ അവർ വളരെ പ്ലസൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ കുറേ കാലമായിട്ട് അങ്ങനെ ഒരു അറ്റൻഡൻ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അറ്റൻഡൻറ്റിനെ ഇവരുടെ സഹായത്തിനായിട്ട് അവർ വെക്കുന്നത്. മായ കെയിം ആൻഡ് ഹെൽപ്ഡ് മീ വിത്ത് മൈ ഡെയിലി ലിവിങ് നീഡ്സ്. മായ അവരുടെ ദൈനംദിന കാര്യങ്ങളിലൊക്കെയും സഹായിക്കാനായിട്ട് അവർ വരുമായിരുന്നു. ഇൻ ബർക്ക്ലി ഡിസേബിൾ പീപ്പിൾ കോൾഡ് ആൻഡ് എയ്ഡ് എ പേഴ്സണൽ അറ്റൻഡൻറ്റ്. അപ്പോൾ എയ്ഡിനെ പൊതുവെ അവിടെ ബർക്ക്ലിയിൽ പറയുന്ന വാക്കാണ് പേഴ്സണൽ അറ്റൻഡൻറ്റ്. ആ വാക്ക് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇറ്റ് വാസ് 22 ആൻഡ് കുഡ് നോ ലോങ്ങർ ബി ഡിപ്പെൻഡൻറ്റ് ഓൺ മദർ ഫോർ മൈ ഫിസിക്കൽ കെയർ. അപ്പോൾ അവർക്ക് നമ്മുടെ റൈറ്റർക്ക് 22 വയസ്സായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഫിസിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അമ്മയുടെ സഹായം വാങ്ങിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. മായ വാസ് എ ന്യൂ അഡീഷൻ ടു മൈ ന്യൂ ലൈഫ്. അതുകൊണ്ട് തന്നെ അവരുടെ പുതിയ ജീവിതത്തിൻ്റെ പുതിയൊരു അഡീഷൻ ആയിരുന്നു മായ. മൈ ട്രിപ്പ് ടു ദ US ആൻഡ് ഐ ഓപ്പണർ ഫോർ മീ. അങ്ങനെ US പോയി ശരിക്കും ഒരു കണ്ണ് തുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവമായിരുന്നു. ഐ ഹാഡ് നെവർ സീൻ സോ മെനി ഡിസേബിൾഡ് അഡൾട്ട്സ് ഇൻ മൈ ലൈഫ്. ഈസ് ലീഡിങ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ലൈഫ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ അവർ കാണുകയാണ്. അവരൊക്കെയും എന്താ ചെയ്യുന്നത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലൈഫാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻ ബോംബെ വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് ഐ റെയർലി സോ എ ഡിസേബിൾഡ് അഡൾട്ട്. സോ ഐ ഇൻവേരിയബിളി ഗ്രൂ അപ്പ് തിങ്കിങ് ദാറ്റ് ഐ വുഡ് ബി നോർമൽ വൺസ് ഐ വാസ് എൻ അഡൾട്ട്. അപ്പോൾ അവർ പറയുകയാണ് ബോംബെയിലായിരുന്ന സമയത്ത് അവരൊരിക്കലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ എപ്പോഴും അഡൾട്ടായിട്ടുള്ള ആ ഒരു ഏജിലുള്ള ഒരാളെ പോലും ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ കാണുന്നില്ലായിരുന്നു. അപ്പോൾ അന്ന് അവരുടെ വിചാരം എന്തായിരുന്നു, ഞാനും ആ ഒരു ഏജിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഡിസബിലിറ്റീസൊക്കെ മാറും. ആക്ച്വലി അത് എന്താണ്, അവിടെ പുറത്തു കൂടെ അത്തരത്തിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള അഡൾട്ടിനെ ഇറങ്ങി നടക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക വീൽ ചെയർ യൂസ് ചെയ്തുകൊണ്ട് പുറത്തിറങ്ങാൻ സിറ്റുവേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അവരെ പുറത്ത് കാണുന്നത്. പക്ഷേ ഇവർ വിചാരിക്കുന്നത് വളർന്നു കഴിഞ്ഞാൽ ഇനി എൻ്റെ പ്രശ്നമൊക്കെ മാറും എന്നായിരുന്നു അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. മൈ മദർ വുഡ് ഓൾവേസ് ആസ്ക് വെൻ ആർ യു ഗോയിങ് ടു ബി ഇൻഡിപെൻഡൻറ്റ്. അമ്മ എപ്പോഴും ചോദിക്കാറുണ്ട് നീ എപ്പോഴാണ് ഇൻഡിപെൻഡൻ്റ് ആവാൻ പോകുന്നത് എന്നുള്ളത്. വെൻ ഐ ഗ്രോ അപ്പ് ഐ വുഡ് സേ. അപ്പോൾ അവർ പറയുമായിരുന്നു ഞാൻ വളർന്നു കഴിഞ്ഞാൽ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആവും. ആൻഡ് ദാറ്റ് ഈസ് വെൻ പ്ലീസ് ടെൽ മീ സെറ്റ് മദർ യു ഓൾറെഡി 21. നീ ഓൾറെഡി 21 വയസ്സായില്ലേ, അപ്പോൾ അതുകൊണ്ട് ഇനി നീ എപ്പോഴാണ് വളരാൻ പോകുന്നതെന്നായിരുന്നു അമ്മ ചോദിക്കാറ്. ടോട്ടലി വെൻ ഐ റിഫ്ലക്ട് ഓൺ ദ പാസ്റ്റ് ഐ റിയലൈസ് ദാറ്റ് മൈ ഗ്രോയിങ് അപ്പ് സ്റ്റാർട്ടഡ് വെൻ ഐ ലെഫ്റ്റ് ഹോം ആൻഡ് വെൻ ടു ഓക്സ്ഫോർഡ്. അപ്പോൾ അവർ വിചാരിക്കുകയാണ് അവരുടെ വളർച്ച ആക്ച്വലി തുടങ്ങിയത് അവൾ ആ വീട് വിട്ട് എപ്പോഴാണ് ഓക്സ്ഫോർഡിലേക്ക് പോയത് അപ്പം മുതൽക്കായിരുന്നു. It was after our trip to Berkeley when we had stopped over in London prior to returning to Bombay that one day Dad asked casually, Moles, shall we go to Oxford Polytechnic? അവരുടെ ഫാദർ അപ്പോൾ ചോദിക്കുകയാണ് നമുക്ക് ഓക്സ്ഫോർഡ് പോളിടെക്നിക്കിലേക്ക് പോയാലോ. ഹി റാങ് അപ്പ് ഓക്സ്ഫോർഡ് പോളിടെക്നിക് ആൻഡ് സ്പോക്ക് ടു ദ ഡീൻ ഹു ഗാവ് us his time to meet with us. We hired a hearse and drove down to Oxford which was an hour's drive. അങ്ങനെ കുറച്ച് യാത്രകൾ ചെയ്തിട്ട് അവരങ്ങനെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ്. ദ പോളിടെക്നിക്സ് ഓഫ് ബ്രിട്ടൻ ഓഫർ എ ടെക്നിക്കൽ ട്രെയിനിങ് വിച്ച് ദ യൂണിവേഴ്സിറ്റീസ് ഡിഡ് നോട്ട് ഓഫർ. സാധാരണ യൂണിവേഴ്സിറ്റീസ് കൊടുക്കാത്ത ടെക്നിക്കൽ ട്രെയിനിങ്ങും ബ്രിട്ടനിലെ പോളിടെക്നിക്സുകൾ കൊടുക്കാറുണ്ട്. ഇറ്റ് വാസ് ഓൺലി റീസെൻ്റ്ലി ദാറ്റ് ദ പോളിടെക്നിക്സ് വർ നോർമലി recognized as universities. ആ ഒരു കാലഘട്ടത്തിലായിരുന്നു പോളിടെക്നിക്കുകൾ യൂണിവേഴ്സിറ്റികളായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. I felt that I needed a more practical training to get a job. അപ്പോൾ അവരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉള്ള തരത്തിലുള്ള പഠനങ്ങൾ കാര്യങ്ങൾ കഴിഞ്ഞാലാണ് നല്ലൊരു ജോലി കിട്ടുള്ളൂ എന്ന് അവർക്ക് അറിയായിരുന്നു. വിത്ത് മൈ പുവർ സ്പീച്ച് ഐ തോട്ട് ദാറ്റ് ഫോർമൽ ട്രെയിനിങ് വുഡ് ഗീവ് മീ എ എഡ്ജ് ഓവർ അതേഴ്സ്. അതായത് സംസാരം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് അവർക്ക് അസുഖമുള്ളതുകൊണ്ട് തന്നെ സംസാരിക്കുന്നത് ക്ലിയർ ആയിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. ഓക്സ്ഫോർഡ് പോളിടെക്നിക് ഹാഡ് എ ഗുഡ് കോഴ്സ് ഓഫ് പബ്ലിഷിംഗ്. ഐ ഡിസൈഡഡ് ടു അപ്ലൈ വിത്ത് ദാറ്റ്സ് ഹെൽപ്പ്. ഐ പുട്ട് ഇൻ അപ്ലിക്കേഷൻ ആൻഡ് വാസ് കോൾഡ് ഫോർ ദ ഇൻ്റർവ്യൂ. അങ്ങനെ ഇവർ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് പോളിടെക്നിക്കിൽ. അങ്ങനെ ഇവർ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നുണ്ട്.
The interview was most informal. വളരെ ഇൻഫോർമൽ ആയിരുന്നു ഇൻ്റർവ്യൂ. The dean wore a white checked crumpled shirt. It was like an informal chat. വളരെ ഇൻഫോർമൽ ആയിട്ടാണ് അവർ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. When returned to Bombay, I did not give it a single thought. I immersed myself in the work of the Spastic Society. I decided to set up an informal recreational club called Adapt. അപ്പോൾ ഇവരുടെ സ്പാസ്റ്റിക് സൊസൈറ്റിയുടെ പേരാണ്, അതായത് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അവർ ഇൻഫോർമൽ എന്താ പറയുക റീക്രിയേഷണൽ ക്ലബിൻ്റെ പേരാണ് അഡാപ്റ്റ്, ഏബിൾഡ്, ഡിസേബിൾഡ് ആൻഡ് പീപ്പിൾ ടുഗെദർ. അതായത് അത്തരത്തിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സൊസൈറ്റിനാണ് സ്പാസ്റ്റിക് സൊസൈറ്റി എന്ന് പറയുന്നത്. where people could meet socially and I felt that there was not much interaction between non-disabled and disabled people. അപ്പോൾ അവർക്ക് തോന്നിയിരുന്നു ഇങ്ങനെ അസുഖങ്ങൾ, അതായത് ഡിസേബിലിറ്റീസ് ഉള്ള അല്ലെങ്കിൽ എന്താ പറയുക ഡിസേബിലിറ്റീസ് ഉള്ള ആളുകളും നോൺ ഡിസേബിൾഡ് ആയിട്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത സാധാരണക്കാരായ നോർമലായിട്ടുള്ള ആളുകളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ്, ഒരു ക്ലബ്ബ് പോലെ നമുക്ക് ഉണ്ടാക്കാം എന്നൊരു പ്ലാൻ അതുകൊണ്ടാണ് അവർക്ക് തോന്നുന്നത്. മൈ ഫ്രണ്ട് സുബിൻ ആൻഡ് ഐ തോട്ട് ഓഫ് ദ നെയിം Adapt at the same time, which was coincidental. Adapt met every 2 weeks just as social forum. അപ്പോൾ അവരുടെ ഫ്രണ്ടിൻ്റെ പേരാണ് സുബിൻ എന്നുള്ളത്. അപ്പോൾ അവനും അവരും കൂടി രണ്ടുപേരും കൂടി ചേർന്ന് ഒന്നിച്ച് അവർ സെലക്ട് ചെയ്തൊരു പേരായിരുന്നു അഡാപ്റ്റ് എന്നുള്ളത്. അപ്പോൾ അവർ ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ അത്തരത്തിൽ ആ ഒരു സോഷ്യൽ ഫോറം പോലെ അങ്ങനെ മീറ്റ് ചെയ്യുന്നൊരു പ്ലാനൊക്കെ അവർ ചെയ്തു. സുബിൻ ആൻഡ് ഐ സ്പെൻഡ് hours together talking and getting to know each other. I would like to go to England to study Chaucer, said സുബിൻ. അപ്പോൾ അങ്ങനെ ഇവർ ഭയങ്കര കമ്പനിയായിരുന്നു സുബിനും ഇവരും തമ്മിൽ. അപ്പോൾ അതിനുശേഷം അപ്പോൾ സുബിൻ പറയേണ്ടായിരുന്നു എനിക്ക് ഇംഗ്ലണ്ടിലേക്ക് പോയിട്ട് ഷോസർ അല്ലെങ്കിൽ എന്താ പറയുക ഷോസറിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇംഗ്ലണ്ടിലോട്ട് പോവുകയാണ് എന്നുള്ള രീതിക്ക് അയാൾക്കൊരു ആഗ്രഹമുണ്ട് എന്ന് അവൻ പറയണ്ടായിരുന്നു. വൈ ഡോണ്ട് യു അപ്ലൈ ടു ഓക്സ്ഫോർഡ് ആൻഡ് ട്രൈ ഫോർ എ സ്കോളർഷിപ്പ്? അപ്പോൾ അവൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിനക്കൊരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തുകൂടെ ഓക്സ്ഫോർഡിലേക്ക്. I said it not easy moles, said Zubin. അപ്പോൾ അതത്ര എളുപ്പമൊന്നുമല്ല എന്ന് സുബിൻ പറയണ്ടായി. Come on, why don't you apply and give it a shot? I said, okay, I will think about it, said Zubin. അപ്പോൾ അവൾ പറയണ്ടായി നീ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറയും. അവൻ ഓക്കെ പറയും ചെയ്തു. He applied and got an interview. Mesho, my uncle, was on the board of the Inlax scholarship. However, Zubin was indeed a brilliant scholar and certainly did not need anyone to pull any strings for him. അപ്പോൾ എന്തായാലും അവൻ ഓൾറെഡി നല്ല ബ്രില്യൻ്റ് ആയിട്ട് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ അവന് വേണ്ടി ആരും എന്താ പറയുക എക്സ്ട്രാ അല്ലെങ്കിൽ ആരും ഒരു ചരട് വലിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ വേറെ ആരുടെയും സപ്പോർട്ടിനൊന്നും ആവശ്യം വന്നില്ല. അവളുടെ അങ്കിളൊക്കെ അവിടെ അതിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ ബോർഡിലൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അവരുടെ ആരുടെയും സഹായമില്ലാതെ തന്നെ അവൻ ആ ഇൻ്റർവ്യൂവിൽ പാസ്സാവുകയാണ്. മോൾസ് ഐ ഗോട്ട് ഇറ്റ്, സുബിൻ എക്സ്ക്ലെയിംഡ് ആസ് ഹി ഗാവ് മീ എ ഹഗ്. അപ്പോൾ എനിക്കത് കിട്ടി എന്നും പറഞ്ഞിട്ട് ഇവൻ വന്നിട്ട് അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. കൺഗ്രാറ്റ്സ്, ഐ സെറ്റ്. ഇറ്റ് വാസ് എ മിക്സ്ചർ ഓഫ് ജോയ് ആൻഡ് സാഡ്നെസ്. മൈ ബെസ്റ്റ് ഫ്രണ്ട് വുഡ് ബി ലീവിംഗ് ബോംബെ ആൻഡ് യെറ്റ് ഐ ഫെൽറ്റ് ഹാപ്പി ദാറ്റ് ഹി ഹാഡ് ഗോട്ട് ഇൻ ടു ഓക്സ്ഫോർഡ്. സുബിൻ ലെഫ്റ്റ് ഫോർ ഓക്സ്ഫോർഡ്. അപ്പോൾ അവൾ കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൾക്ക് സങ്കടവും സന്തോഷവും കൂടി മിക്സഡ് ആയിരുന്നു. അതായത് അവൻ ആഗ്രഹിച്ചത് കിട്ടി എന്നുള്ള സന്തോഷം, അവൻ ബോംബെയിൽ നിന്ന് പോവുകയാണല്ലോ എന്നുള്ള സങ്കടവും അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ സുബിൻ ഓക്സ്ഫോർഡിലേക്ക് പോവുകയാണ്. I felt sad at seeing him go. I buried myself in the work of the research department of the Spastic Society. അങ്ങനെ അവൾക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ടാവും പോകുന്നത് കാണുമ്പോൾ. എന്തായാലും അവൾ ആ സ്പാസ്റ്റിക് സൊസൈറ്റി എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ പറയുക അതിൻ്റെ റിസർച്ചും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ മുന്നോട്ട് പോയി. One morning out of the blue a letter arrived. The heading on the envelope was marked Oxford Polytechnic. അങ്ങനെ ഇരിക്കുകയാണ് അവൾക്ക് ഒരു ലെറ്റർ വരുന്നത്, ഓക്സ്ഫോർഡ് പോളിടെക്നിക്കിൻ്റെ ലെറ്റർ ഹെഡൊക്കെ വെച്ചിട്ടുള്ളത്. Mother opened the letter. The letter said, ലെറ്ററിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? Dear Miss Chib, I hereby inform you that you have been accepted the publishing course. On reading the letter, I shrieked with joy. Mother hugged me and said, you must get a scholarship, otherwise you will not be able to go. അപ്പോൾ എന്തായാലും അവരുടെ ആ ഒരു പബ്ലിഷിംഗ് കോഴ്സ് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ ആയിരുന്നു അത്. അപ്പോൾ ഇനി ആ ഒരു സ്കോളർഷിപ്പിൻ്റെ കാര്യം കൂടിയിട്ട് സെറ്റായി കഴിഞ്ഞാൽ അവർക്ക് പോവാം, അതായത് അവൾക്ക് ഓക്സ്ഫോർഡ് പോളിടെക്നിക്കിലേക്ക് പോയി പഠിക്കാം എന്നുള്ള രീതിക്കാണ് ലെറ്റർ വന്നിട്ടുള്ളത്. മദർ ഓൾവേസ് try to make me see the reality. I crossed my fingers hoping to get the money. അപ്പോഴും അമ്മ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിനക്ക് ആ സ്കോളർഷിപ്പ് കിട്ടിയാലും നിനക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് ആ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു റിയാലിറ്റി കൂടി പറഞ്ഞു കൊടുക്കണം. അതായത് പെട്ടെന്ന് തന്നെ സന്തോഷിക്കേണ്ട, അതുകൂടെ വേണം കേട്ടോ എന്നുള്ളൊരു ഓർമ്മിപ്പിക്കൽ കൂടെ അമ്മ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവൾ വിചാരിക്കുന്നുണ്ട് അതെല്ലാം ശരിയാവുമെന്ന് അവൾ പ്രതീക്ഷിക്കുന്നുണ്ട്. I was slowly entering adulthood. I counted the days when I would be in Oxford. അപ്പോൾ എന്തായാലും അവൾക്ക് മനസ്സിലാവുകയാണ് അവളുടെ അഡൾട്ട്ഹുഡിലേക്ക് അവൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. I was not sure whether I was looking forward to being at Oxford or being with Zubin. അപ്പോൾ അവൾ പറയുകയാണ് ഞാൻ ഓക്സ്ഫോർഡിലേക്ക് എത്തണം പഠിക്കണം എന്നുള്ളതാണോ എൻ്റെ ആഗ്രഹം, അതോ സുബിൻ്റെ അടുത്തേക്ക്, സുബിൻ അവിടെ ഓക്സ്ഫോർഡിലാണല്ലോ ഉള്ളത്, അവിടേക്ക് എത്തണം എന്നുള്ളതാണോ എൻ്റെ ആഗ്രഹം എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് പറയുന്നുള്ളൂ. താങ്ക് യു.